ക്രിസ്തു സ്നേഹത്തിൻ്റെ വാഹകരായി അനേകം വയലേലകളിൽ നിന്നും വയലേലകളിലേക്ക് യാത്രയാകുന്ന ജീവിതങ്ങളാണ് ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ജീവിത ചിത്രങ്ങൾ. ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കുന്നവർ, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കാത്തവർ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളാകുന്നവർ, ഇവരാണ് ജോഷുവയുടെ പിന്മുറക്കാർ. ഇത് ഫാദർ ചെറിയാൻ നേരെ വീട്ടിൽ. സത്യദീപം ചീഫ് എഡിറ്റർ എന്ന നിലയിലും ജീസസ് യൂത്ത് വഴി യുവജനങ്ങൾക്കിടയിലെ ശുശ്രൂഷകളിലും അനേകം ദൈവരാജ്യ മേഖലകളിൽ വ്യാപരിക്കുന്ന ജീവിതം. മാറുന്ന കാലഘട്ടത്തിൻ്റെ പ്രേക്ഷിതരായി സുവിശേഷത്തിൻ്റെ തീക്കനലുമായി യാത്രയാകുന്ന ഈ വൈദികന്റെ പങ്കുവയ്ക്കലുകളും പ്രേഷിത വീഥികളിൽ നസ്രായന്റെ പാതകൾ പിന്തുടരുന്നവർക്ക് ദീപമായി ഈ പങ്കുവയ്ക്കലുകൾ മാറട്ടെ. ഫാദർ ചെറിയാൻ നേരെ വീട്ടിലെ വിശേഷങ്ങൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് ഏറെ താല്പര്യമുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. കാരണം അച്ഛൻ്റെ കഴിഞ്ഞ 2 എപ്പിസോഡിലെയും ഷെയറിങ്സ് വളരെ ആഴമുള്ളതായിരുന്നു. വളരെ ഒരു പ്രചോദനാത്മകമായിട്ടുള്ള ബോധ്യം നിറഞ്ഞ ഷെയറിങ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് ലാസ്റ്റ് എപ്പിസോഡിൽ അച്ഛൻ പറഞ്ഞ ഒരു പരിപൂർണ്ണ ദൈവാശ്രയത്വത്തിൻ്റെ അച്ഛൻ്റെ ചില അനുഭവങ്ങൾ, അതുപോലെ യൂത്ത് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള അച്ഛൻ്റെ ചില കാര്യങ്ങൾ, ആ ഒരു ബോധ്യങ്ങൾ, ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ, ഏറ്റവും ഒടുവിൽ അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ ചില മിഷണറി യാത്രകളാണ്. ഒരു മിഷൻ യാത്രകൾ അച്ഛൻ്റെ ഒരു അജപാലകൻ എന്ന രീതിയിൽ, ഒരു ഇടവക വികാരി എന്ന നിലയിൽ, ഒരു വൈദികൻ എന്ന നിലയിൽ അച്ഛനെ എങ്ങനെ സഹായിക്കുന്നു, അച്ഛൻ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നു എന്നാണ് പറഞ്ഞു. പക്ഷേ നമ്മൾ അവസാനിപ്പിച്ചത് അച്ഛൻ്റെ ആഫ്രിക്കൻ യാത്രയിൽ നിന്ന് അച്ഛൻ പഠിച്ച ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടാണ്. അതൊന്നും പറയാൻ പറ്റിയില്ല. അച്ഛൻ ആഫ്രിക്കയിലെ യുഗാണ്ടയിലൊക്കെ ഉള്ള അച്ഛൻ്റെ ആ ഒരു യാത്രകളുടെ പശ്ചാത്തലത്തിൽ അച്ഛൻ്റെ ആ ഒരു ബോധ്യങ്ങളൊന്ന് സംസാരിച്ചു തുടങ്ങിയാലോ? മിഷൻ യാത്രകൾക്ക് ഞാൻ എപ്പോഴും പോകുന്നത് കൊടുക്കാനല്ല എടുക്കാനാണ് എന്നാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം. അത് വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം വൈദികൻ എന്ന രീതിയിൽ ഞങ്ങളെപ്പോഴും കൊടുക്കുന്നവരാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കൊണ്ടേയിരിക്കണം. അത് ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ്. ഞാൻ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ സൂചിപ്പിച്ചതുപോലെ യേശുവും പരിശുദ്ധ കന്യാമറിയവും പരിശുദ്ധ കുർബാനയോടുള്ള ആഴമേറിയ ബന്ധത്തിലൂടെയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പ്രദേശങ്ങളും മിഷൻ പ്രദേശങ്ങളും. ഏറ്റവും അവസാനമായിട്ട് ഞാൻ പോയത് യുഗാണ്ടയിലാണ്. യുഗാണ്ടയിലെ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഞാൻ പോയത്. ഞാനൊരു പുതിയ മിഷൻ തുടങ്ങാനല്ല, ജീസസ് യൂത്തിലെ യുവജനങ്ങൾ ആരംഭിച്ച ഒരു മിഷനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. പ്രത്യേകിച്ച് എന്നെ സ്വാധീനിച്ച ഒരു കാര്യം ഫാമിലിയുടെ പ്രസൻസാണ് അവിടെ. ഒരു ആഫ്രിക്കൻ കൾച്ചറിൽ അവർ ഒരു കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും അവർ കുടുംബത്തിനധികം പ്രാധാന്യം കൊടുത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകൾ അവരുടെ കൾച്ചറിലുമുണ്ട്. അതിനൊരു ഒരു തിരുത്തൽ ശക്തി എന്നോണം നമ്മുടെ ജീസസ് യൂത്തിൽ തന്നെയുള്ള കുറച്ച് കുടുംബങ്ങൾ അവിടെ പോയി കുടുംബമായി ജീവിച്ച് അവർക്കൊരു സാക്ഷ്യമായി തീരാനുള്ള ശ്രമം, അത് വളരെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബം അവിടെ പോയി താമസിക്കുമ്പോൾ ഉള്ളൊരു മെച്ചം, കുടുംബജീവിതം എങ്ങനെയാണെന്നും ഒരു കുടുംബമായി എങ്ങനെ ജീവിക്കാമെന്നും, ഒരാണ് ഒരു പെണ്ണിൻ്റെ ഒപ്പം ബോറടിയില്ലാതെ മടുപ്പില്ലാതെ പ്രാർത്ഥനാപൂർവ്വം കുഞ്ഞുങ്ങളെ വളർത്തി ജീവിക്കാമെന്നും കാണിച്ചു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കുകയല്ല, കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛൻ പറയുന്നത് ജീസസ് യൂത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു ഫാമിലി ആഫ്രിക്കയിൽ യുഗാണ്ടയിൽ പോയി, യുഗാണ്ടയിൽ പോയി താമസിച്ചുകൊണ്ട് മിഷൻ ചെയ്യുന്നത്. അതെ. ഇപ്പോൾ ജീസസ് യൂത്തിൽ അടുത്ത് വളർന്നു വരുന്ന ഒരു മിനിസ്ട്രി കൂടിയാണല്ലോ ഫാമിലി മിനിസ്ട്രി. ഈ പണം സമ്പാദിക്കാനും കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുമൊക്കെ ആകുലരാണ് നമ്മളെല്ലാവരും. പക്ഷേ അതിനോടൊപ്പം തന്നെ ആകുലത വേണ്ടതാണ് എൻ്റെ വിശ്വാസ പരിശീലനവും. ഞാൻ ഈ കാണുന്നത് ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ മറു രാജ്യങ്ങളിൽ പോയി, മിഷൻ രാജ്യങ്ങളിൽ പോയി കുടുംബമായി ജീവിക്കാനായിട്ട് അവരെടുക്കുന്ന ഒരു തീരുമാനം അവരുടെ തന്നെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. അവരുടെ തന്നെ വിശ്വാസ പരിശീലനത്തിനും അവരുടെ മക്കളുടെ മനുഷ്യത്വപരമായ രൂപീകരണത്തിനും ഇത്തരത്തിലുള്ള മിഷൻ യാത്രകളും മിഷൻ വാസങ്ങളും സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അച്ഛനെ ഒബ്സർവ് ചെയ്തിട്ടുള്ള അച്ഛൻ്റെ ഒരു ജീവിതത്തിലെ ലാളിത്യമാണ്. നമ്മൾ ഒരുപക്ഷെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അച്ഛൻ ഒരു നാച്ചുറലായിട്ടാണ് എവിടെയായിരുന്നാലും ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് ലാളിത്യത്തിൻ്റെ ഭാഗം തന്നെ. എങ്കിലും കുറച്ചുകൂടെ കടന്ന് പറഞ്ഞാൽ, അച്ഛനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാൽ, ഞാൻ പല യാത്രകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അച്ഛനോട് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
അപ്പോൾ അച്ഛൻ ഒരു മാസത്തേക്കുള്ള യാത്രയാണെങ്കിലും 10 ദിവസത്തേക്കുള്ള യാത്രയൊക്കെ ആണെങ്കിലും അച്ഛന് ഒരു ചെറിയൊരു പെട്ടി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു സഞ്ചി ഇത് മാത്രമായിട്ട് അച്ഛൻ യാത്ര ചെയ്യുന്നത്. ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കൊണ്ടുനടക്കുന്നതാണ് ആ പെട്ടിയുടെ. കാരണം ഞാനൊക്കെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു 5 ദിവസത്തെ പോലും യാത്രയ്ക്കാണെങ്കിൽ പോലും പലപ്പോഴും എനിക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകേണ്ടതിൻ്റെയൊക്കെ ഒരു ടെൻഷനൊക്കെ ഞാൻ പലപ്പോഴും അച്ഛൻ വളരെ കൂളായിട്ട് വളരെ സിമ്പിളായിട്ട് നടക്കുന്നത്. പിന്നെ അച്ഛന് എനിക്കറിയാവുന്നിടത്തോളം അച്ഛൻ ഇപ്പോഴും ഒരു സ്വന്തമായിട്ട് അച്ഛനൊരു ബൈക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാറുള്ളത് മോശമല്ല, അച്ഛന്മാർക്ക് കാറ് വേണം. കാരണം ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ പല കാര്യങ്ങൾക്ക് ഓടിപ്പോയി ഞങ്ങൾ തന്നെ അച്ഛന്മാരെ എന്തോ ഒരു ഓടിപ്പിക്കണം ചിറ്റിക്കണം. അപ്പോൾ ഒരു കാറൊക്കെ നല്ല, പക്ഷേ എങ്കിലും അച്ഛനത് ബോധപൂർവ്വം വേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം പല കാര്യങ്ങളും അച്ഛൻ്റെ നോക്കുമ്പോൾ അച്ഛൻ്റെ ഒരു വളരെ ഒരു ലാളിത്യത്തിൻ്റെ, ഇന്ന് മാർപ്പാപ്പയുടെ ഒരു ലാളിത്യ ശൈലി ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുകയും വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അച്ഛൻ അറിയുന്നതിന് മുൻപേ തന്നെ അച്ഛന് ഈ ലാളിത്യത്തിൻ്റെ ശൈലി ഉണ്ട്. അത് എവിടെ നിന്നുണ്ടായി, എന്താണ് അച്ഛൻ്റെ പ്രചോദനം? റൈജു എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാചകങ്ങൾക്ക് നന്ദിയുണ്ട്. റൈജു പറഞ്ഞ ഈ ലാളിത്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു സാധനം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാളിത്യം ഒരു ശൈലിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ കാരണം ജസ്യൂട്ട് അച്ഛന്മാരുടെ ഒരു സ്വാധീനമാണ്. ഞാൻ തിയോളജി പഠനം നടത്തുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചിരുന്ന പ്രൊഫസർമാരുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെക്കാൾ മുകളിൽ ഞാൻ ജീവിക്കേണ്ട എന്നുള്ളൊരു ബോധ്യം എനിക്ക് അന്നേ കിട്ടിയിട്ടുള്ളതാണ്. എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരെക്കാൾ വലിയ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട എന്നുള്ള ചിന്ത. മാത്രമല്ല ഇതൊരു ത്യാഗമായിട്ട് കാണാനായിട്ടല്ല ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ലാളിത്യം എന്നുള്ളത് ഒരു ത്യാഗമോ എടുത്താൽ പൊങ്ങാത്ത മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കേണ്ട വലിയൊരു ക്വാളിറ്റി എന്നതിനേക്കാൾ ഉപരി ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ നാച്ചുറലായിട്ടുള്ളൊരു ഭാവമായിട്ട് കണ്ടാൽ മതി എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. നമ്മുടെ ജീസസ് യൂത്തിലെ റിസോഴ്സിൽ ഒരാളായ തോമസ് മൈക്കിൾ ഏട്ടൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. തോമസ് മൈക്കിൾ ഏട്ടൻ നല്ലൊരു ജോലി നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു, സ്വന്തം ജീവിതത്തിന് വേണ്ടി ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ആയി എന്ന് കണ്ടപ്പോൾ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ജോലി ഉപേക്ഷിച്ച് ഇറങ്ങിയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുപോലുള്ള ഒത്തിരി പേര് ജീസസ് യൂത്തിനകത്ത് തന്നെയുണ്ട്, നമ്മുടെ കത്തോലിക്ക സമൂഹത്തിൽ തന്നെയുണ്ട്. അവരെടുക്കുന്ന ഒരു തീരുമാനം അതൊരു വലിയ സഹനമോ വലിയൊരു ത്യാഗമോ അല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തോട് അവർ ചെയ്യുന്ന ഏറ്റവും നല്ല തുറന്ന സമീപനം തന്നെയാണ്. ഇപ്പോൾ യാത്ര ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് എനിക്കൊരു വണ്ടിയില്ലാത്ത കാരണം ആരുടെ വണ്ടിയിലും യാത്ര ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. ആ ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ബാങ്ക് ബാലൻസോ സ്വന്തമായിട്ടൊരു ഭൂമിയോ ഇല്ലാത്ത കാരണം ഏതവൻ്റെ ഭൂമിയിലേക്ക് കടന്നു ചെല്ലാനും ഏതവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്ന് അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാകാനും എനിക്കിപ്പോൾ പറ്റും. സാധാരണ ഞങ്ങൾ അച്ഛന്മാരെ കുറിച്ച് പറയുന്ന തമാശയാണല്ലോ, ലോകത്തിലൊരച്ഛനും പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല, ഭക്ഷണം കൂടി കഴിച്ചേ മരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലാളിത്യം, ഈ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരുന്ന വലിയൊരു ചക്രവാളമുണ്ട്, അത് ഞാൻ ആസ്വദിക്കുന്നു. അതുകൊണ്ട് ലാളിത്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ത്യാഗമല്ല, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരു ഭാവമാണ്. അച്ഛൻ പറഞ്ഞതിൻ്റെ ഒരു ശ്രദ്ധിച്ചൊരു കാര്യം, നമുക്ക് അത്യാവശ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൈവം അനുവദിക്കുന്ന ഒരു ജീവിതത്തിന് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. വളരെ നല്ലൊരു ചിന്തയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഏറ്റവും ഈ എപ്പിസോഡിൽ വളരെ ഒരു പക്ഷേ നിർണായകമായൊരു കാര്യമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന, അച്ഛൻ ഇനി പറയേണ്ടുന്നൊരു കാര്യവും അച്ഛൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ചില ആനകളെ ഒറ്റക്കൊമ്പൻ എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ അച്ഛനെ എന്താ പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു കൊച്ചിനെ കൂടുതലും തോന്നിയതുകൊണ്ടാണോ അച്ഛൻ ഒരു കിഡ്നി മാത്രമേ അച്ഛനുള്ളൂ. അച്ഛൻ്റെ ഒരു കിഡ്നി അച്ഛൻ വളരെ ആലോചന എടുത്തൊരു തീരുമാനത്തോടു കൂടി ഏറ്റവും അർഹതപ്പെട്ട ഒരു കുഞ്ഞിന്, ഒരു പെൺകുട്ടിക്ക് നൽകിയതായിട്ട് എനിക്കറിയാം. ഞാൻ അച്ഛനല്ല ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് കിഡ്നി കൊടുത്തു, ധാരാളം നല്ല ആളുകൾ കിഡ്നി കൊടുത്തിട്ടുണ്ട്, അതൊരു ഒത്തിരി ആളുകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. പക്ഷെ അച്ഛൻ്റെ കിഡ്നി കൊടുപ്പിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതൊരു മനുഷ്യൻ അധികം അറിഞ്ഞിട്ടില്ല. അച്ഛൻ ഒരിക്കലും ഇത് പബ്ലിസിറ്റി ആക്കിയിട്ടില്ല. സാഹചര്യവശാൽ കുറച്ച് പബ്ലിസിറ്റിയൊക്കെ വന്നിട്ടുണ്ട്, അത് പക്ഷേ അച്ഛന് ഉണ്ടാക്കാമായിരുന്ന പബ്ലിസിറ്റീൻ്റെ ഒത്തിരി വലുതാണ്. അച്ഛൻ അങ്ങനത്തെ ഒരു പബ്ലിസിറ്റി ഇല്ലാതെ എങ്ങനെയാണ് അച്ഛൻ ഈ ഒരു കിഡ്നി കൊടുക്കാൻ ധൈര്യപ്പെട്ടത്? ഒന്ന്, എന്താണ് അച്ഛൻ്റെ പ്രചോദനം, കൊടുത്തതിന് ശേഷമുള്ള അനുഭവം, ഇത് മറ്റുള്ളവരോട് അച്ഛൻ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, എങ്ങനെ അച്ഛൻ ഇതൊരു രഹസ്യമായി ഒരു സിമ്പിൾ കാര്യമായി ഒരു നാച്ചുറൽ അച്ഛൻ കിഡ്നി കൊടുത്തതാണ് ഇപ്പോൾ ഞാൻ പറയുന്നതുകൊണ്ട് അച്ഛൻ പറയുന്നത്, അല്ലെങ്കിൽ അച്ഛൻ ഒരിക്കലും പറയത്തില്ല, എനിക്കറിയാം. ഇതൊരു ആഘോഷമാക്കിയിട്ടുള്ള അച്ഛൻ എങ്ങനെ ഇതൊരു സാധാരണ കാര്യമായി അച്ഛന് കാണാൻ പറ്റും? വളരെ വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. വിശുദ്ധ കുർബാന സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വൈദികന് ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു ഡിസിഷനാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികരും കിഡ്നി കൊടുക്കണമെന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്.
ഒരു ടോട്ടൽ സെൽഫ് ഗീവിങ്ങിനുള്ള ഒരു ചലഞ്ച് ഓരോ വിശുദ്ധ കുർബാനയും എല്ലാ വൈദികനും കൊടുക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് മാത്രമല്ല അത് അർപ്പിക്കുന്ന വൈദികന്. അപ്പോൾ ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈ കാര്യങ്ങൾ, ഈ കൂദാശ വചനങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വൈദികന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കിഡ്നി അവയവം ദാനം ചെയ്യുക എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ത്യാഗമായിട്ടല്ല, മറിച്ച് ഒരു ഓട്ടോമാറ്റിക് ഒരു നാച്ചുറൽ ഔട്ട്ഫ്ലോ ഓഫ് യൂക്കരിസ്റ്റ് എന്ന് പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്പിരിച്വൽ ഫാദറിനോട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അവസാനത്തെ പ്രാർത്ഥന ചോദിച്ചപ്പോൾ സ്പിരിച്വൽ ഫാദർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ചെറിയാച്ചോ, ഒരു പ്രലോഭനം ഇതുമായി ബന്ധപ്പെട്ട് നിൻ്റെ ജീവിതത്തിലുണ്ടാവും. കിഡ്നിയുടെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ GC സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, മെഡിക്കൽ സൈഡ്. അതുകൊണ്ട് ഇതിൻ്റെ പേടി എൻ്റെ മനസ്സിൽ നിന്നൊക്കെ പോയതാണ്. പിന്നെ എൻ്റെ രൂപതയിൽ തന്നെ കിഡ്നി കൊടുത്ത 6 അച്ഛന്മാർ എനിക്ക് മുൻപ് മാതൃകകളായിട്ടുണ്ട്. ഒരു പക്ഷേ കേരളത്തിലെ രൂപതകളിൽ റെക്കോർഡ് ഞങ്ങളുടെ രൂപതയ്ക്കായിരിക്കാം, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കായിരിക്കാം ഏറ്റവും കൂടുതൽ ഇടവക വൈദികർ അവയവം ദാനം ചെയ്തിട്ടുള്ള രൂപത എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേടി എൻ്റെ മനസ്സിൽ നിന്ന് പോയിരുന്നു. എങ്കിലും ഓപ്പറേഷൻ്റെ തൊട്ടടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറിനെ കണ്ട് ഒരു ആശീർവാദം വാങ്ങാനായിട്ട് പോയപ്പോൾ അച്ഛൻ എന്നോട് വളരെ സാന്ദർഭികമായിട്ട് ഈ ഒരു ഡയലോഗ് പറഞ്ഞു. ചെറിയാച്ചോ, ഒരു ടെംപ്റ്റേഷൻ നിൻ്റെ ജീവിതത്തിൽ വരാൻ, ശരിക്കും ടെംപ്റ്റേഷൻ ഉണ്ടാകേണ്ടത് അതിന് മുമ്പുള്ള സമയങ്ങളിലാണ്. കാരണം എന്നെ നിരുത്സാഹപ്പെടുത്താൻ 101 ആൾക്കാർ ഇപ്പുറത്ത് നിൽപ്പുണ്ട്. പിന്നെ ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന രേഖകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് 3 മാസത്തോളമാണ് ഞങ്ങൾ അലഞ്ഞത്. പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെട്ട് കിഡ്നി കൊടുത്തതല്ല, കൊടുത്ത് പരിചയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അച്ഛൻ കൊടുക്കാൻ തീരുമാനിച്ചു. അതെ, സാധാരണ കിഡ്നി കൊടുത്തവരെല്ലാം പരിചയമുള്ള ആൾക്കാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ കൊടുത്ത് പരിചയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കിഡ്നി ബിസിനസ് അല്ല എന്ന് തെളിയിക്കാനായിട്ട് രേഖകൾ ഇഷ്ടംപോലെ സമർപ്പിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നപ്പോൾ വേണമെങ്കിൽ അതൊക്കെ പ്രലോഭനങ്ങളായി കണ്ട് എനിക്ക് പിൻവാങ്ങാമായിരുന്നു. എന്നിട്ട് എൻ്റെ സ്പിരിച്വൽ ഫാദർ വീണ്ടും ഒരു പ്രലോഭനം വരുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ചിരിച്ചു. എനിക്ക് അനസ്തേഷ്യ തരുന്നതിൻ്റെ മാർച്ച് 4-ാം തീയതിയാണ് എൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അന്ന് രാവിലെ, അതായത് 2014 ഓപ്പറേഷന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അനസ്തേഷ്യ തരുന്നതിന് എൻ്റെ വിഭൂതി ബുധനാഴ്ചയുടെ തലേ ദിവസമാണ് എൻ്റെ ഓപ്പറേഷൻ. അനസ്തേഷ്യ തരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് അന്ന് കുർബാനയെല്ലാം പറ്റില്ല എനിക്ക്. കാരണം വയറ് കാലിയായിരിക്കണം, വിശുദ്ധ കുർബാനയുടെ തിരുവോസ്തി പോലും അകത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് കാലിയായിട്ട് കിടക്കണം. അപ്പോൾ പേഴ്സണൽ പ്രയർ നടത്താനേ എനിക്ക് പറ്റുള്ളൂ. പേഴ്സണൽ പ്രയറിൽ ഇരുന്ന സമയത്ത് ഞാൻ പേഴ്സണൽ പ്രയറിൻ്റെ മെഡിറ്റേഷൻ പോയിൻറ്റ്സ് ആയിട്ട് എടുത്തത് കിഡ്നി ഓപ്പറേഷൻ നടത്തേണ്ട ആൾ ഒപ്പിട്ട് കൊടുക്കേണ്ട 12 കണ്ടീഷൻസിൻ്റെ പേപ്പറാണ്. അത് ഞാൻ 2 പ്രാവശ്യം ഇതിനു മുമ്പ് വായിച്ചതാണ്, ഒപ്പിട്ട് കൊടുത്തതുമാണ്. പക്ഷേ ആ പേപ്പർ ഞാൻ എടുത്തു. പേപ്പറിൽ ഓരോ കണ്ടീഷൻസ് ഞാൻ വായിക്കുകയാണ്. അതിൽ 10ാമത്തെയോ 12ാമത്തെയോ കണ്ടീഷനാണ് കിഡ്നി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഓപ്പറേഷന് അരമണിക്കൂർ മുമ്പും വേണമെങ്കിൽ പിന്മാറാവുന്നതാണ്. അത് വായിച്ച് ഞാൻ ഒരു അല്പസമയം പോസായി. പെട്ടെന്ന് ഒത്തിരി ഇൻഫർമേഷൻസ് എൻ്റെ തലയിലേക്ക് വന്നു. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് 3 ദിവസം നമ്മൾ ബെഡ് റിഡനാണ്, 10 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം. പിന്നെ ഈ 26 സ്റ്റിച്ചാണ് അത് ഉണങ്ങാൻ, അത് 2 ലെയർ ഉണങ്ങാനായിട്ട് എടുക്കുന്ന സമയം അത്യാവശ്യം വേദനയുള്ള സമയങ്ങളാണ്. അതൊക്കെ ഒരു 3 ദിവസം നല്ല വേദനയുള്ള ദിവസങ്ങളാണ്. ഇതൊക്കെ ഞാൻ സഹിക്കാൻ പോവുകയാണെന്നുള്ളൊരു ചിന്ത, അതിൽ നിന്ന് മാറാനുള്ള അവസാനത്തെ ഓപ്ഷനാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതൊരു പ്രലോഭനമായിട്ടാണ് എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ വന്നത്. തീർച്ചയായിട്ടും അതൊരു പ്രലോഭനം തന്നെയായിരുന്നു. ഒരു നിമിഷം എൻ്റെ മനസ്സൊന്ന് പതറി. പക്ഷേ അടുത്ത നിമിഷം, അത് പേഴ്സണൽ പ്രയറിൻ്റെ സമയത്തായിരുന്നുകൊണ്ട് അടുത്ത നിമിഷം അതിൻ്റെ ഉത്തരവും തമ്പുരാൻ തന്നെ തന്നു. തമ്പുരാൻ എൻ്റെ മുമ്പിൽ വെച്ച ഒരു ചോദ്യമാണ്, ചെറിയാച്ചു, നിനക്ക് 3 ദിവസത്തെ വേദന വേണോ സന്തോഷം വേണോ? കാരണം എൻ്റെ കിഡ്നി സ്വീകരിക്കാൻ പോകുന്ന ആൾ വെറും 17 വയസ്സുള്ള പെൺകുട്ടിയാണ്. കിഡ്നി സ്വീകരിച്ചാൽ ഇഷ്ടംപോലെ വർഷം വീണ്ടും ജീവിക്കാം. അതുകൊണ്ട് ആ സന്തോഷമാണോ നിനക്ക് വേണ്ടത്, അതോ ഈ 3 ദിവസത്തെ നൊമ്പരമാണ്? അത് ഏതാണ് നിനക്ക് വേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ തിരഞ്ഞെടുത്തു. ആ നൊമ്പരം ഒഴിവാക്കാനല്ല, സന്തോഷം സ്വന്തമാക്കാനാണ് ഞാൻ തീരുമാനിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് എനിക്ക് ഉത്തരം കിട്ടി. അങ്ങനെ ഫോർവേഡായി പോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നോർമലായിട്ട് കാണാനായിട്ട് എനിക്ക് ആഗ്രഹം. കാരണം എറണാകുളം നഗരത്തിലെ 5 ഹോസ്പിറ്റലുകളിൽ ഒരു വർഷം 350-നും 400-നും ഇടയ്ക്ക് കിഡ്നി ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്.
അതായത് എറണാകുളത്ത് മാത്രം, ഈ കൊച്ചി നഗരത്തിൽ മാത്രം ഒരു വർഷം. അതായത് എന്നെപ്പോലെയുള്ള ചെറിയ അച്ഛന്മാർ ഓരോ വർഷവും 300-350 ആൾക്കാർ ഈ കുഞ്ഞ് കോർപ്പറേഷനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തതൊരു വലിയ ത്യാഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. അച്ഛാ, ഒത്തിരി വലിയൊരു സന്തോഷം. എനിക്കറിയാം തീർച്ചയായിട്ടും. പക്ഷേ എല്ലാവർക്കും കിഡ്നി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല. പക്ഷേ ഈ അച്ഛൻ്റെ ഈ ഒരു കിഡ്നി കൊടുത്ത ഒരു കാര്യം അനേകർക്ക് പ്രചോദനമാണ്. കാരണം കിഡ്നി കൊടുക്കാൻ വേണ്ടിയല്ല, അവരുടെ ലൈഫിൽ ഇതുപോലെ ഷെയർ ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ കീപ്പ് ചെയ്യുന്ന അത് സ്വന്തം ശരീരത്തിൽ മാത്രമല്ല, സ്വന്തം വീട്ടിലൊരു ഷെൽഫിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരിക്കലും തൊടാത്ത വസ്ത്രങ്ങൾ ഉൾപ്പെടെ, ഒരു ബട്ടൺസ് കേടായതിൻ്റെ പേരിൽ ബട്ടൺസ് മാറാതെ വെച്ചിരിക്കുന്ന, സൈസ് ഒന്ന് ചെറുതായി പോയതിൻ്റെ പേരിൽ ഒരിക്കലും ഇടാതെ വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ തുടങ്ങി സമ്പത്ത്, പ്രോപ്പർട്ടി, സമയം, അതുപോലെ അവൻ്റെ ആരോഗ്യവും ഈ പറയുന്ന ശരീരഭാഗങ്ങളുടെ കണ്ണുപോലുള്ള ധാരാളം അവയവങ്ങൾ, കിഡ്നി കൂടാതെ ഇത്തരം കാര്യങ്ങളെല്ലാം മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുന്ന അതിനെക്കുറിച്ച് ഒരു വാചകം കൂടി അച്ഛൻ ഒന്ന് പറയുമായിരുന്നെങ്കിൽ. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രചോദനവും സ്വാധീനവും വളരെ വലുതാണ്. കാരണം ഞാനൊരു അച്ഛനായതുകൊണ്ട് ഇതിൻ്റെ ഇഫക്റ്റ് കുറച്ചും കൂടെ കൂടുതലാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ നമ്മുടെ കൊച്ചിൻ റിഫൈനറിയിലെ ട്രേഡ് യൂണിയൻസിൻ്റെ ജൂബിലി ആഘോഷത്തിൽ അവർ വിളിച്ചിട്ട് പങ്കെടുക്കാൻ പോയത്. 3 പല പാർട്ടികളിലുള്ള ട്രേഡ് യൂണിയൻസ് എല്ലാവരും ഒരുമിച്ച് അമ്പലമേട് കൊച്ചിൻ റിഫൈനറിയിൽ ട്രേഡ് യൂണിയൻ തുടങ്ങിയതിൻ്റെ ജൂബിലി വർഷമാണിത്. അപ്പോൾ അതിൽ ജൂബിലി ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചത് ഇങ്ങനെയുള്ള അവയവ ബോധവൽക്കരണ ശ്രമങ്ങൾ, ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനാണ്. അതെ, ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനല്ല, ജൂബിലിയുടെ പേരിൽ ലക്ഷങ്ങൾ പൊടിക്കാനല്ല അവർ ശ്രമിച്ചത്. ട്രേഡ് യൂണിയൻ പോലും പക്ക അതിനകത്ത് ഈശ്വര വിശ്വാസമില്ലാത്തവരുണ്ട്, അന്യമതത്തിലുള്ളവരുണ്ട്. അവരൊക്കെ തീരുമാനിച്ചത് നമ്മുടെ ജൂബിലി, നമ്മുടെ ട്രേഡ് യൂണിയൻ്റെ ജൂബിലി ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ്. അപ്പോൾ അതിൽ എന്നെ അവർ സംസാരിക്കാൻ വിളിച്ചിരുന്നു. ഞാൻ ഒരു 15 മിനിറ്റ് സംസാരിച്ചിട്ട് ബാക്കി 1.5 മണിക്കൂർ ഇൻട്രാക്ഷനാണ് കൊടുത്തത്. അപ്പോൾ സാധാരണ ജനം ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നതും അവരിതിൽ എന്തുമാത്രം ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളതും നമുക്ക് മനസ്സിലായി. തെറ്റിദ്ധാരണകൾ ധാരാളമുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മുഖവിലയ്ക്ക് എടുക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. അച്ഛൻ്റെ ഈ ഒരു വലിയൊരു പക്ഷേ സാഹസികമായ, അല്ലെങ്കിൽ ഒരു സാധാരണ ജനത്തിൻ്റെ ഒരു സാഹസികതയാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതൊരു വിശ്വാസത്തിൻ്റെ തലത്തിൽ ഒരു ദൈവ പദ്ധതിയുടെ ഭാഗമായി കാണുന്നതുകൊണ്ട് ഇതൊരു സാഹസികതയല്ലെന്ന് അച്ഛൻ്റെ വാക്കുകളിൽ ക്ലിയറാണ്. എങ്കിലും ഇത്രയും വലിയൊരു ധീരമായ ഒരു കൃത്യം അച്ഛൻ ചെയ്തത് അനേകർക്ക് പ്രചോദനമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അനേകർക്ക് പ്രചോദനമാകട്ടെ. അച്ഛാ, ഞാൻ തീർത്തും വ്യത്യസ്തമായ ഒരു അവസാന ഭാഗത്തിലേക്ക് മറ്റൊരു കാര്യത്തിലേക്കാണ് വരുന്നത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്തമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ സത്യദീപത്തിൻ്റെ മലയാളം വിഭാഗത്തിൻ്റെ ചീഫ് എഡിറ്ററാണ്. അത് ഇതിനു മുമ്പ് വളരെ പ്രഗത്ഭരായ ധാരാളം വൈദികർ ചെയ്തിട്ടുള്ളൊരു ഉത്തരവാദിത്വം. ഇത്രയും വർഷത്തെ അച്ഛൻ പറഞ്ഞ എത്ര 89 90-ാമത്തെ വർഷമാണ്. 90-ാമത്തെ വർഷം ഇത് ഇങ്ങനത്തെ ഒരു മീഡിയ, അല്ലെങ്കിൽ ഒരു പ്രസ് മീഡിയ, ഒരു പത്രം, അതിൻ്റെ ഉത്തരവാദിത്വ തലത്തിൽ അച്ഛൻ നിൽക്കുമ്പോൾ, അച്ഛനെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അച്ഛൻ എന്തായിരുന്നു, ഇന്ന് അച്ഛൻ എന്താണ് തോന്നുന്നത്, ഇതിൻ്റെ സാധ്യതകളോ അല്ലെങ്കിൽ ഒരു വൈദികൻ്റെ ഒരു പാസ്റ്ററൽ, ഒരു മിഷണറി അപ്രോച്ചിൽ അച്ഛൻ ഇതിൻ്റെ സത്യജീവിതത്തെക്കുറിച്ചൊന്ന് പറയാം. എൻ്റെ ജീവിതത്തിലെ, വൈദിക ജീവിതത്തിലെ ഏത് മേഖലകളും എന്നെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ളതായിരുന്നു. അതുതന്നെയായിരുന്നു എൻ്റെ വൈദിക ജീവിതത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അവസാനത്തെ ഈ ഉത്തരവാദിത്വം, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഉത്തരവാദിത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മേഖല തന്നെയാണ്. കാര്യം അത്യാവശ്യം വായിക്കുന്ന ആളാണ്, എഴുതുന്ന ആളാണ്. സത്യദീപം എൻ്റെ രൂപതയുടെ തന്നെ ഒരു സ്ഥാപനമാണ്. പക്ഷേ കേരളത്തിലെ ഒട്ടുമിക്ക രൂപതകളിലേക്കും നമ്മൾ പോകുന്ന ഒരു വാരിക കൂടിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ആളുകൾ പള്ളി കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോവുകയും അങ്ങനെ എത്തിക്കുന്നൊരു പത്രമാണ്. അതെ. ഈ പത്രത്തിലേക്ക് കടക്കുമ്പോൾ എന്നെ ഇതിനകത്തും ഇൻവോൾവ് ആകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവപരിപാലനയിലൂടെ നമ്മുടെ ആശ്രമം, കൂട്ടായ്മയിലുള്ള നമ്മുടെ വിശ്വാസം, ഇത് രണ്ടുമാണ്. സത്യദീപത്തെ സംബന്ധിച്ചിടത്തോളം എഡിറ്റർ അല്ല അതിൻ്റെ അവസാനത്തെ വാക്ക്. കാര്യം എൻ്റെ ജോലി വെട്ടുക എന്നുള്ളതാണ്. മീൻസ് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യുക, അതിൻ്റെ സകല ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതൊരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. പല രാത്രികളും എന്നെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത രാത്രികളാണ്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കായിക അധ്വാനം പലരും കൂടിയുള്ളതാണ്. അപ്പോൾ എൻ്റെ വൈദിക ജീവിതത്തിൽ ഏതൊരു പുതിയ പ്രസ്ഥാനത്തിലും എന്നെ പിടിച്ചു നിർത്തുന്നത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കാനുള്ള എൻ്റെ ഒരു ആഗ്രഹം. 2, കൂട്ടുചേർന്ന് പ്രവർത്തിക്കാനുള്ള എൻ്റെ ഒരു ആഗ്രഹം. ഒരുപക്ഷെ ആ ഒരു കഴിവായിരിക്കാം ഈ പൊസിഷന് വേണ്ട യോഗ്യത 100% ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എനിക്ക് മുമ്പിരുന്നവരെല്ലാം പുലികളും സിംഹങ്ങളുമായിരുന്നു. അവരുടെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന 2 ഘടകങ്ങൾ ഇതാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ ഒരു ദൈവാശ്രയത്വ ശൈലി കൊണ്ട് ഇത് അതിമനോഹരമാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ എങ്കിലും അച്ഛൻ എത്ര എളിമയോടെ പറയുമ്പോഴും
എനിക്ക് അതിനകത്തൊരു ചെറിയ വിയോജിപ്പുള്ള അച്ഛൻ അത്ര ചെറിയ ആളല്ല. കാരണം അച്ഛൻ്റെ ക്രിയേറ്റിവിറ്റി ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന് എന്ത് കാര്യം ചെയ്യുന്നതിലൊരു ക്രിയേറ്റീവ് നേച്ചറുണ്ട്. അതൊരു ഇവനൊരു ലിറ്റർജിക്കൽ സെറിമണിയിൽ പോലും അത് ആളുകൾക്ക് എങ്ങനെ ഒരു ഹൃദ്യമായ വിധത്തിൽ തീർച്ചയായിട്ടും സഭയുടെ ചട്ടക്കൂടുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് ഒരു ക്രിയേറ്റീവായിട്ട് അത് ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് അച്ഛൻ മീഡിയയായിട്ട് വളരെ അച്ഛനൊരു മീഡിയ ഓറിയൻറ്റഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് മീഡിയയിൽ ധാരാളം സ്കില്ലുള്ള അച്ഛനാണ് അച്ഛൻ. അച്ഛൻ്റെ ചെറിയൊരു പ്രസൻറ്റേഷൻ മുതൽ അച്ഛൻ്റെ ചെറിയ നാടകങ്ങളൊക്കെ അച്ഛൻ്റെ പരിശീലന കാലം മുതൽ അച്ഛൻ അങ്ങനെ പല ഇൻവോൾവ്മെൻറ്റ്സ് അച്ഛനുണ്ട്. അതുകൊണ്ട് സത്യദീപത്തിൻ്റെ അച്ഛൻ്റെ ഒരു യോഗ്യതയെക്കുറിച്ചൊരു സംശയം ഞങ്ങൾക്കില്ല. പക്ഷെ അച്ഛൻ്റെ ഈ ഒരു ക്രിയേറ്റീവ് ഏരിയാസിനെ കുറിച്ച് പ്രത്യേകിച്ച് മീഡിയ റിലേറ്റഡ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റും. C4 ചെറിയാച്ചൻ, C4 ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരും കളിയാക്കാറുണ്ട്. ക്രിയേറ്റിവിറ്റി ഒരു അച്ഛനെന്ന രീതിയിൽ എനിക്ക് കിട്ടുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന് തന്നെയാണ്. വിശുദ്ധ കുർബാനയിൽ തമ്പുരാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയേറ്റിവിറ്റിയുടെ ആഴം ഓരോ വിശുദ്ധ കുർബാനയിലും തിരിച്ചറിയാനുള്ള ഭാഗ്യം എനിക്ക് വൈദികൻ എന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ക്രിയേറ്റിവിറ്റി ശൈലികൾ മുഴുവനും കർത്താവിൻ്റെ നേച്ചറിൽ നിന്ന് കോപ്പിയടിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇപ്പോൾ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ക്രിയേറ്റിവിറ്റി അവതരിപ്പിക്കുന്നതിൽ വലിയ ക്രിയേറ്റിവിറ്റി ഇല്ല. പക്ഷേ ഞാൻ എന്തിനു വേണ്ടി ഈ ക്രിയേറ്റിവിറ്റി ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള രണ്ട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിലാണ് ആ ക്രിയേറ്റിവിറ്റി ഇഫക്റ്റീവ് ആകുന്നത്. ഇപ്പോൾ ഷാലോം തുടങ്ങുന്നതിന് മുൻപ് 2001 ഞാനൊരു കൊച്ചിടവകയിൽ വൈദികനായിരിക്കും. ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് കൊണ്ട് ആഴ്ചയിൽ ഞങ്ങളുടെ ലോക്കൽ കേബിൾ നെറ്റ്വർക്കിൽ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഓടിക്കുമായിരുന്നു. ഒരു മണിക്കൂർ ലോക്കൽ ചാനൽ. അതിന് 4000 സബ്സ്ക്രൈബേഴ്സുള്ളൊരു ലോക്കൽ ചാനലായിരുന്നു അത്. ഡെയിലി 1 മണിക്കൂർ? ഡെയിലി അല്ല, ഈ വീക്കിലി 1 മണിക്കൂർ കാത്തലിക് ബേസ്ഡ്. ഇന്ന് ഷാലോം TV ഇറക്കുന്ന പോലെയൊക്കെ 24 hours അല്ല, വെറും 1 മണിക്കൂർ. അതും ആഴ്ചയിൽ 1 മണിക്കൂർ മാത്രമുള്ള ഒരു കത്തോലിക്ക പ്രോഗ്രാം. അന്ന് ഞങ്ങൾ ഈ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് സഭ പോലും അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക സമൂഹം പോലും ഇങ്ങനെ സീരിയസ് ആയിട്ടൊരു കാത്തലിക് ചാനലിനെ കുറിച്ച് ചിന്തിക്കാതിരുന്ന സമയത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അനേകരുടെ കൂട്ടായ്മയുടെ എടുത്തു ചാടാനുള്ള തൻ്റെ ഇടത്തിൻ്റെ പുറത്താണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഏത് ക്രിയേറ്റിവിറ്റി ഞാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇതുമൂലം കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം എനിക്കുണ്ട്. ഞാൻ ഈ ചെയ്യുന്നത് വെറുതെ ഷൈൻ ചെയ്യാനാണ്, പുതിയൊരു സാധനം അവതരിപ്പിച്ച് കയ്യടി നേടാനാണ് എന്നുള്ള ചിന്തയിലല്ല. മറിച്ച് ഇവാഞ്ചലൈസേഷന് ആധുനിക ലോകം ഉപയോഗിക്കേണ്ട ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാകണം ഇത് എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. അത് വിശുദ്ധ കുർബാനയിലായിക്കൊള്ളട്ടെ, ആരാധനയിലായിക്കൊള്ളട്ടെ, പ്രസൻറ്റേഷനിലായിക്കൊള്ളട്ടെ. അതുകൊണ്ട് ഒരു ആദിവാസികളുടെ ഇടയിൽ കുർബാന ചെല്ലാൻ പോകുന്ന രീതിയിലായിരിക്കില്ല കുട്ടികളുടെ കൂടെ ഞാൻ കുർബാന ചെല്ലുമ്പോൾ. ഒരു ഫോറിൻ രാജ്യത്ത് പോയി മിഷൻ പ്രവർത്തനത്തിലൊരു ക്ലാസ് എടുക്കുന്നത് പോലെ ആയിരിക്കില്ല 80 കഴിഞ്ഞ 70 കഴിഞ്ഞ അമ്മമാരുടെയോ അപ്പന്മാരുടെ ഇടയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഇതിനകത്തൊക്കെ ക്രിയേറ്റീവ് ആകാനും എനിക്ക് പറ്റുകയും ചെയ്യുന്നു. അച്ഛൻ പറഞ്ഞ വാക്കുകളിലും വളരെ വ്യക്തം, അച്ഛൻ്റെ ഒരു ശൈലിയിലും എനിക്ക് തോന്നുന്ന വളരെ വ്യക്തമായ ഒരു കാര്യം, അച്ഛൻ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്ന ആളല്ല. അച്ഛൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതമാണ് അച്ഛനെ ഈ ഒരു ക്രിയേറ്റീവ് നേച്ചറിലേക്ക് നയിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛൻ എങ്കിലും ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം, ഏതൊരു പുരുഷൻ്റെ പിന്നിലും ഒരു വിജയരഹസ്യം ഒരു സ്ത്രീയാന്നൊക്കെ പറയണ പോലെ അച്ഛന്മാരുടെ ജീവിതത്തിൽ പൊതുവേ 2 സ്ത്രീകളുണ്ടെന്നാണ് പറയുക. അച്ഛൻ ഞെട്ടണ്ട, ഒന്ന് അമ്മയും പിന്നെ പരിശുദ്ധ അമ്മയും ആണ്. അച്ഛൻ്റെ ഇടയ്ക്ക് മാതാവിനെക്കുറിച്ച്, പരിശുദ്ധ മാതാവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ വളരെ വാചാലനാവുന്നത് ഞാനൊരു എപ്പിസോഡിൽ ശ്രദ്ധിച്ചിരുന്നു. അവസാനമായിട്ട് അച്ഛൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും ഒരു ദൈവാത്മാവ് നയിക്കുന്ന ഈ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു തലത്തെക്കുറിച്ചും പ്രത്യേകിച്ച് അമ്മയോടുള്ള ഒരു അടുപ്പത്തെക്കുറിച്ചും ഒന്ന് പറഞ്ഞ് പെട്ടെന്നൊന്ന് അവസാനിപ്പിക്കാൻ നമുക്ക്. രണ്ട് അമ്മമാരോടും നമുക്ക് ഭയങ്കര ഭക്തിയും അടുപ്പവുമാണുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വീട്ടിലേക്ക് എൻ്റെ കിഡ്നി കൊടുക്കാൻ ഉള്ള സമ്മതപത്രം ഒപ്പിടിപ്പിക്കാനായിട്ട് അപ്പൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ കാർഡിനൽ ഒപ്പിട്ട സമ്മതപത്രം കൊടുക്കുകയാണ്. ഇതേക്കുറിച്ച് അപ്പനോടോ അമ്മയോടോ ഒരക്ഷരം പറയാതെയാണ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നത്. അമ്മ ഈ ഞാൻ കൊടുത്ത പേപ്പറിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു, അതിൽ ഇംഗ്ലീഷ് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അമ്മ പഴയ 10ാം ക്ലാസ്സാണ്. അപ്പൻ ഈ ലെറ്റർ വായിച്ചിട്ട് ഒരേ ഒരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, എടാ നീ ആലോചിച്ചെടുത്ത തീരുമാനമാണോ ഇത് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. മറുപടിയായിട്ട് അമ്മ പറയുന്നൊരു കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അമ്മ എന്നെ എന്തുമാത്രം ക്ലോസ്ലി ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. അമ്മ എന്നോട് ചോദിച്ചു, എടാ ഇത് ധാരാളം ചിലവുള്ള വേദനയുള്ള ഒരു പരിപാടിയല്ലേ, ഓപ്പറേഷനെക്കുറിച്ചോ കിഡ്നിയെക്കുറിച്ചോ ഒരക്ഷരം പറയാതെയാണ് ഞാൻ ഈ വെറുതെ അപ്പച്ചോ ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞ് അപ്പൻ്റെ അടുത്തേക്ക് പോകുന്നത്. ആ ലെറ്ററിലുള്ള കണ്ടൻറ്റ് പോലും അറിയാതെ അമ്മ അപ്പുറത്തിരുന്ന് ചോദിച്ചത് എന്നെ ഒത്തിരി ഷോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ അതിൻ്റെ ഉത്തരവില്ല. അതാണ് എനിക്കമ്മ. സെമിനാരിയിലായിരുന്നപ്പോഴും
പനി പിടിച്ച് കിടക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ യൂ ടേൺസ് ഉണ്ടാകുമ്പോഴൊക്കെ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ അവസരത്തിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അമ്മ കട്ടിയായിട്ട് പ്രാർത്ഥിക്കുന്നവളോ കൊടിമൂത്ത കരസ്മാറ്റിക്കോ വികാരിച്ചുമാർക്ക് മന്ത്ലി റിക്കളക്ഷൻ കൊടുക്കുന്ന ആളോ ഒന്നുമല്ല. സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞ് വീട്ടമ്മ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആഴം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരുപക്ഷെ പരിശുദ്ധ അമ്മയിൽ നിന്നുള്ള ഒരു കോപ്പിയടി എൻ്റെ അമ്മയിൽ ഞാൻ കാണുന്നത് കൊണ്ടായിരിക്കാം. സ്വർഗത്തിൽ എനിക്ക് ആ അമ്മയാണെങ്കിൽ ഭൂമിയിൽ ഈ അമ്മയാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു ഷാഡോ പോലെ എൻ്റെ അമ്മയെ ഞാൻ കാണുന്നു. അതുപോലെ തന്നെ എൻ്റെ ജീസസ് യൂത്ത് സാഹചര്യങ്ങളും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് സഹവൈദികരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 സ്ത്രീകളോട് എനിക്ക് അടങ്ങാത്ത ഒരടുപ്പമുണ്ട്. അത് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉണ്ടാക്കിയതല്ല. നേരത്തെ എൻ്റെ തലയിൽ കൈപിടിച്ച് കൗൺസിലിങ്ങിൽ ആ കന്യാസ്ത്രീ പറഞ്ഞതുപോലെ ഞാൻ പോലും അറിയാതെ എൻ്റെ DNA കയറിപ്പോയൊരു സാധനമാണ്. അത് ഞാൻ പ്രാർത്ഥിച്ച് കുത്തിയിരുന്ന് ഉണ്ടാക്കിയ ഒരു സാധനമല്ല. തമ്പുരാൻ ചെറിയാച്ചൻ ഇങ്ങനെ പോകണമെങ്കിൽ ഈ 2 പേരുടെയും ഈ 2 സ്ത്രീകളുടെയും സാന്നിധ്യം വളരെ ശക്തിയായിട്ട് വേണമെന്ന് തമ്പുരാൻ തീരുമാനിച്ചതുകൊണ്ടാണ് അതെൻ്റെ DNA ഒരു ഭാഗമായത്. അച്ഛാ, സ്വന്തം ശരീരത്തിൽ നിന്ന് മറ്റൊരാൾക്ക് ആവശ്യമുണ്ടെന്നറിഞ്ഞിട്ട് അത് വളരെ ഒരു കൃത്യമായ സാഹചര്യത്തിൽ ആവശ്യമുണ്ടെന്നറിഞ്ഞിട്ട് ഒരു കിഡ്നി വേർപെടുത്തി ആ കുഞ്ഞിന് കൊടുക്കാൻ തയ്യാറായ പ്രവൃത്തി ഒരു സാധാരണ കാര്യം പോലെ, ഒട്ടും വലിയതല്ലാതെ ഒരു ചെറിയ കാര്യം പോലെ, അല്ല ഒരു നോർമൽ കാര്യം പോലെ ചെയ്ത് ഇന്നും അതൊരു പബ്ലിസിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകാൻ അച്ഛന് കഴിയുന്നത് വലിയ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ അച്ഛനൊരു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. ഈ ദൈവാത്മാവിനാൽ മുൻപോട്ട് അച്ഛനെയും നയിക്കപ്പെടട്ടെ. ധാരാളം സാധ്യതകൾ കത്തോലിക്ക സഭയിലും ലോകത്തും അച്ഛൻ്റെ മുമ്പിൽ ഇനിയും ദൈവം ഉയർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനിയും അനേകർക്കൊരു അനുഗ്രഹമായി മാറാൻ ചെറിയാച്ചന് കഴിയട്ടെ. ഇതിനെല്ലാം പരിശുദ്ധ അമ്മ കൂടെ തുണയായി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ശാലോം TV-യുടെ ഈ ജോഷുവ പ്രോഗ്രാമിൻ്റെ ഈ കഴിഞ്ഞ 3 എപ്പിസോഡിലും ഞങ്ങളോടൊപ്പമായിരുന്നതിന് അച്ഛ ഒത്തിരി നന്ദി. ഈ ശാലോം പ്രേക്ഷകരുടെ മുഴുവൻ പ്രാർത്ഥനയും അച്ഛനോടൊപ്പമുണ്ട്. താങ്ക് യു അച്ഛ. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്ന ജീവിതം, പ്രാർത്ഥനയാകുന്ന ചൂടിൽ ദൈവാനുഭവത്തെ പൊതിയുന്ന ജീവിതം, സത്യദീപത്തിൻ്റെ താളുകളിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ അക്ഷരക്കൂട്ടുകൾ നെയ്തു ചേർക്കാൻ ഈ വൈദികന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനിയും അനേകം വയലുകളിൽ വചനവുമായി യാത്രയാകുവാൻ ദൈവം ഉപകരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമം പെയ്തിറങ്ങുന്ന പെരുമഴക്കാലം ഇതാ സമാഗതമാകുന്നു. ജനകോടികളിതാ ഒരേ ഇടയനിലേക്ക് ചേർക്കപ്പെടുന്നു. സുവിശേഷ ദീപങ്ങളായി, എരിയുന്ന നാളങ്ങളായി, ക്രൂശിതൻ്റെ സ്നേഹവുമായി നമുക്കും യാത്രയാകാം. നിണമണിഞ്ഞ ആ പാതയിലൂടെ. ശിമയോനും യാക്കോബും യോഹന്നാനും, വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും, വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ